കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാനാധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക സിന്ധുവിനെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നാണ് പരാതി. പ്രധാനാധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. സ്കൂൾ മാനേജറാണ് ചുരിദാർ ധരിച്ച് വരരുത് എന്ന് കർശനമായി പറഞ്ഞതെന്ന് അധ്യാപിക മീഡിയ അവളോട് പറഞ്ഞു. അധ്യാപികയെ തടയാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ്. എന്തുകൊണ്ട് തുറക്കാതെ? എന്തുകൊണ്ട് തുറന്നുകൂടാ? എന്തുകൊണ്ട് തുറക്കാതെ? മാനേജർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണല്ലോ. എന്തുകൊണ്ട് മാനേജർ എന്താണ് പറഞ്ഞത്? ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന്റെ പേര് പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് ചുരിദാർ ഇടാൻ ഗവൺമെന്റ് അംഗീകാരം ഉണ്ടോ? അതിനെ പറ്റി എനിക്കറിയാം. മാനേജർ പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്ന കേട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ്. കൊച്ചിനൊക്കെ മുട്ടയും കൊടുക്കാനായിട്ട് വന്നപ്പോഴ് ഞാൻ ചുരിദാറായിട്ടിരുന്നേ. അപ്പൊ ഗേറ്റിന് അവിടെ തടഞ്ഞു. ഗേറ്റിന്റെ വാതിക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി മാനേജർ പറഞ്ഞിട്ടുണ്ട് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാല് അകത്ത് എച്ചമ്മിനെ പ്രവേശിപ്പിക്കരുതെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരമാണ് അയാള് എന്നെ ഗേറ്റില് തടഞ്ഞത്. സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ എന്നെ ഗേറ്റിൽ തടഞ്ഞു. ഇതുപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ ഞാൻ ഇലക്ഷന്റെ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴ് അയാൾ എവിടെ പോവാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ രജിസ്റ്റർ ഉണ്ട്. മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടാ പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോ അയാൾ ഇതുപോലെ എന്റെ കൂടെ ടീച്ചറും ഉണ്ടായിരുന്നു. ടീച്ചറിനെ അങ്ങ് കയറ്റിവിട്ട് എന്നെ കയറ്റിവിട്ടില്ല. ഇത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള എയ്ഡഡ് സ്കൂളല്ലേ, അപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ നിയമമല്ലേ, ഗവൺമെന്റ് സർക്കുലർ ഉണ്ടല്ലോ ചുരിദാർ ഇടാന്ന്. എന്റെ അടുത്ത് പറഞ്ഞു ചുരിദാർ ഇടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ ഇവരെ തടയണമെന്ന് പറഞ്ഞു. ലിജോ റോളൻസ് വിവരങ്ങളുമായി. ലിജോ, എന്താണ് സംഭവം? അജിംസെ, ഇന്ന് രാവിലെയാണ് കൊട്ടാരക്കര നെടുവത്തൂരിലെ ലക്ഷ്മി ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. അധ്യാപികയോടും സംസാരിച്ചിരുന്നു ഞാൻ, ഒപ്പം തന്നെ മാനേജറോടും സംസാരിച്ചു. അതായത് ഈ ചുരിദാർ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വന്നതുകൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് അധ്യാപിക പരാതിയായി പറയുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിൻ്റെ ആ ദൃശ്യങ്ങളിലും സ്കൂളിൻ്റെ ആ ഒരു വാച്ചർ, അതായത് ഗേറ്റ് കീപ്പർ അക്കാര്യം തന്നെ പറയുന്നുണ്ട്. മാനേജർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അയാളും അത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഇത് ചില പരാതികളൊക്കെ പോലീസിൽ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ചുരിദാറിട്ട് വരുന്നതിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിൽ വരരുതെന്നുള്ളൊരു കാര്യം മാനേജർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അധ്യാപികയോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് അവർ പരാതിയുമായി ഉന്നയിക്കുന്നത്. ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, സർക്കാർ ശമ്പളം നൽകുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്. പക്ഷേ ആ സ്കൂളുകൾക്കൊക്കെ അധ്യാപികമാർക്ക് ഇത്തരത്തിൽ ചുരിദാറിട്ട് വരുന്നതിന് വിലക്കൊന്നും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അത്തരത്തിൽ വരാമെന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വിഭിന്നമായി ഇത്തരത്തിലൊരു കാര്യം നടന്നു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. കൊട്ടാരക്കര പോലീസിൽ ഈ വിഷയത്തിൽ പരാതി നൽകും എന്നുള്ള കാര്യവും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മാനേജർ പറയുന്നത് അങ്ങനെയൊന്നും വിലക്കിയിട്ടില്ല, അത് ഗേറ്റ് കീപ്പറുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവിടെ ഒരു തർക്കമുണ്ടായെന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള മുട്ട ഉൾപ്പെടെ വാങ്ങിയെത്തിയ ഒരു പ്രധാന അധ്യാപികയായിട്ടുള്ള സിന്ധുവിനെയാണ് ഇന്ന് തടഞ്ഞത്. പോലീസിൽ പരാതി നൽകിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നുള്ളൊരു കാര്യമാണ് കൊട്ടാരക്കര പോലീസും അറിയിച്ചിരിക്കുന്നത്. അജിംസ്. ശരി ലിജോ. തടഞ്ഞു വെച്ചിരിക്കുകയാണ്.